പണ്ട് 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 ബർമ്മയിൽ ഒരു പിതാവിന് 4 ആൺമക്കളുണ്ടായിരുന്നു. ഈ അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചുപോയി. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെയാണ് അദ്ദേഹം തൻ്റെ 4 ആൺമക്കളെ വളർത്തിക്കൊണ്ട് വന്നത്. വലിയ ഫലഭൂയിഷ്ടമൊന്നും അല്ലാത്തൊരു താഴ്വരയിലായിരുന്നു അവരുടെ താമസം. ഒരുപാട് കഠിനാധ്വാനം ചെയ്താലേ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കർഷകൻ വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, മക്കൾ വളർന്നു വന്നു. ഈ കർഷകൻ അങ്ങ് വൃദ്ധനാവുകയും ചെയ്തു. എത്ര വൃദ്ധനാണെങ്കിലും തൻ്റെ മക്കളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തി കൊടുക്കാൻ ഈ അച്ഛൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നതിനാൽ മക്കൾക്ക് ജീവിതത്തെപ്പറ്റി വലിയ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ അലസന്മാരായിരുന്നു. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ഈ പിതാവ് മരിച്ചുപോയി. അതോടെയാണ് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഈ മക്കൾക്ക് ചിന്ത വന്നത്. 4 മക്കളും കൂടി ഒരുമിച്ച് ചേർന്ന് ഭാവി ജീവിതത്തെപ്പറ്റി ചർച്ച ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ നാട്ടിലെ മണ്ണ് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. വെള്ളവും കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൃഷി ചെയ്ത് ജീവിച്ചാൽ ജീവിതത്തിൽ ഉയർച്ചയൊന്നും ഉണ്ടാകുകയില്ല എന്ന് 4 മക്കളും ഒരേപോലെ പറഞ്ഞു. അങ്ങനെ അവർ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. 4 പേരും കൂടി നാട് വിട്ടു. കുറേ ദൂരം സഞ്ചരിച്ചു. പുതിയ പുതിയ നാടുകൾ കണ്ടു. കയ്യിലുള്ള പണം തീർന്നു തുടങ്ങി. അപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചു. ഒന്നാമത്തെ ആൾക്ക് നന്നായിട്ട് ചെണ്ട കൊട്ടാൻ അറിയാമായിരുന്നു. അവൻ കയ്യിലുള്ള പണം കൊണ്ട് ഒരു ചെണ്ട വാങ്ങി. രണ്ടാമത്തവനാണെങ്കിൽ നൃത്തം ചെയ്യാൻ അറിയാമായിരുന്നു. മൂന്നാമത്തെ മകന് പാട്ട് പാടാനും അറിയാമായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും കൂടി തെരുവുകളിൽ നടന്ന് നൃത്തം ചെയ്തും പാട്ടുപാടിയും ചെണ്ട കൊട്ടിയും ചെറിയൊരു പ്രദർശനമൊക്കെ നടത്തി അങ്ങനെ പണമുണ്ടാക്കാൻ തീരുമാനിച്ചു. എന്നാൽ 4മത്തെ ഇളയ മകന് പ്രത്യേകിച്ച് ഒരു കലയിലും വൈഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനൊരു വിദൂഷകൻ്റെ, ഒരു തമാശക്കാരൻ്റെ, ഒരു കോമാളിയുടെ വേഷം കെട്ടി ഈ ജ്യേഷ്ഠന്മാരോടൊപ്പം നടന്നു. ഇവരുടെ പ്രദർശനത്തിൽ കോമാളിയായിട്ട് അവന് മറ്റുള്ളവരെ ചിരിപ്പിച്ചു. അങ്ങനെ അവർ പല വഴികളിലൂടെ കുറേ കാലം സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച് അവരൊരിക്കൽ ഒരു മലയടിവാരത്തിലെത്തിച്ചേർന്നു. അവിടെ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. ആ നദിയുടെ കരയിലെ പുല്ലൊക്കെ നല്ല പുഷ്ടിയോടെ വളർന്നു നിൽക്കുന്ന കണ്ടപ്പോൾ ഇളയ മകൻ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ മണ്ണ് പോലെയല്ല ഇവിടുത്തെ മണ്ണ്, ഇത് നല്ല മണ്ണാണ്. ഇവിടെ കൃഷി ചെയ്താൽ ജീവിക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ തെരുവ് തോറും ചുറ്റി നടന്ന് ഓരോ പ്രദർശനങ്ങൾ നടത്തി ജീവിക്കുന്നതിലും നല്ലത് ഇവിടെ അങ്ങ് കൂടുന്നതാണ്. നമുക്ക് ഒരു വീടൊക്കെ വെച്ച് കൃഷിയൊക്കെ ചെയ്ത് ഇവിടെ കൂടാം. അപ്പോൾ മൂത്ത 3 ജ്യേഷ്ഠന്മാരും ഇതിനെ എതിർത്തു. അവർക്ക് കഠിനാധ്വാനം ചെയ്യുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്ക് കൃഷിയൊന്നും ചെയ്യാൻ വയ്യ, ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ എങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെ ഞങ്ങൾ ജീവിച്ചോളാം. അങ്ങനെ ഈ 3 ജ്യേഷ്ഠന്മാരും അനുജനെ അവിടെ വിട്ടിട്ട് യാത്രയായി. 4മത്തെ മകൻ അവിടുത്തെ ഒരു ഭൂ ഉടമയെ ചെന്ന് കണ്ട് കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലം ചോദിച്ചു. അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഗ്രാമമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ ആൾക്കാർ കുറവായിരുന്നു. ഇങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ആ ഭൂ ഉടമയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അയാൾ കുറച്ച് സ്ഥലം അവന് കൊടുത്തു. കൃഷി ചെയ്ത് എന്താണോ കിട്ടുന്നത് സ്വന്തമാക്കിയിട്ട് 3 വർഷത്തിന് ശേഷം സ്ഥലം തിരിച്ചു കൊടുക്കണം എന്നാണ് ഈ ഭൂ ഉടമ പറഞ്ഞത്. അവനത് സമ്മതിച്ചു. അങ്ങനെ അവൻ ആ കൃഷിസ്ഥലത്ത് വളരെ കഠിനമായിട്ട് അധ്വാനിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആ മണ്ണിൽ പൊന്നു വിളയിക്കാൻ അവന് പറ്റി. സാമാന്യം നല്ലോണം പണവും ഉണ്ടാക്കി. കൃഷി നല്ലൊരു ഉപജീവന മാർഗമാണെന്ന് അവന് ബോധ്യമായി. അപ്പോൾ അവൻ വിചാരിച്ചു, എന്തായാലും ഇപ്പോൾ കയ്യിൽ കുറച്ച് പണമൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠന്മാരെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അവരെ കണ്ടുപിടിച്ച് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാൽ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. അവൻ തൻ്റെ യജമാനോട് ചെന്ന് ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനും ഇത് നല്ല കാര്യമാണെന്ന് തോന്നി. നേരത്തെ പറഞ്ഞതുപോലെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഗ്രാമമായിരുന്നു അത്. ഇവിടേക്ക് ആരോഗ്യവാന്മാരായ 4 ചെറുപ്പക്കാരെ താമസിക്കാൻ വന്നാൽ ഗ്രാമത്തിന് അതൊരു മുതൽക്കൂട്ടായിരിക്കുമല്ലോ എന്നാണ് ഈ ഭൂ ഉടമ കരുതിയത്. അദ്ദേഹം ഈ ചെറുപ്പക്കാരന് യാത്രയ്ക്ക് ആവശ്യമായ പണം നൽകി. പോകാൻ നേരത്ത് അവനൊരു വെള്ളക്കാളയും സമ്മാനമായിട്ട് കൊടുത്തു. യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളക്കാളയെ അവന് കൊടുത്തത്. അങ്ങനെ അവൻ ഈ കാളപ്പുറത്ത് കയറി യാത്ര തുടങ്ങി. കുറേ ദൂരം സഞ്ചരിച്ചു. അപ്പോൾ വഴിയിൽ വെച്ച് അവനൊരു മന്ത്രവാദിയെ കണ്ടുമുട്ടി. മന്ത്രവാദി ദൂരെ ഒരു സ്ഥലത്തേക്ക് ഒരു പൂജയ്ക്ക് പോവുകയായിരുന്നു. അവിടെ ബലി കൊടുക്കാൻ അയാൾക്കൊരു വെള്ളക്കാളയെ ആവശ്യമുണ്ടായിരുന്നു. അത് വളരെ അത്യാവശ്യമായിരുന്നു താനും. അതുകൊണ്ട് തനിക്ക് ഈ വെള്ളക്കാളയെ തരുമോ എന്ന് അയാൾ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു. ആദ്യം അവനൊന്ന് മടിച്ചെങ്കിലും പകരം അവന് ഒരു മാന്ത്രിക കോഴിയെ കൊടുക്കാം എന്ന് ഈ മന്ത്രവാദി പറഞ്ഞു. ഈ കാളയെ കൊണ്ട് അവന് കിട്ടാൻ പോകുന്ന പ്രയോജനത്തിൻ്റെ 100 ഇരട്ടി ഈ മാന്ത്രിക കോഴിയെ കൊണ്ട് അവന് ലഭിക്കും എന്ന് ആ മന്ത്രവാദിനി അവനെ വിശ്വസിപ്പിച്ചു.
എന്നിട്ട് ആ മാന്ത്രിക കോഴി അവന് കൊടുത്തിട്ട് കാളയെ വാങ്ങിട്ട് പോയി. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഈ മാന്ത്രിക കോഴിയെ തൻ്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടന്ന് വളരെ വിജനമായൊരു പ്രദേശത്തെത്തി. അത് ഒരു കാട്ടുപ്രദേശമായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും നേരം ഇരുട്ടി. അവന് മുന്നോട്ട് വഴി കണ്ട് നടക്കാൻ വയ്യാതായി. എന്നാൽ പിന്നെ ഇവിടെ തന്നെ അന്തി ഉറങ്ങാം എന്നവൻ ചിന്തിച്ചു. അവൻ തൻ്റെ കയ്യിൽ കുറച്ച് ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവനത് അവിടെ ഇരുന്ന് കഴിച്ച് കോഴിക്കും കൊടുത്തു. കോഴിയെ വിട്ട് കളയരുതെന്നും ചേർത്ത് പിടിച്ചുറങ്ങണമെന്നും മന്ത്രവാദി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കോഴിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ ഉറങ്ങാൻ കിടന്നതും അവൻ ഉറങ്ങിപ്പോയി. കാരണം ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവന് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രിയായി. കോഴി എഴുന്നേറ്റ് ഒന്ന് കൂവി. അപ്പോഴേക്കും കാലാവസ്ഥ ആകെ മാറി. ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റ് വീശി, പേമാരി പെയ്തു. അപ്പോഴേക്കും ഈ കർഷകനായ ചെറുപ്പക്കാരൻ ഞെട്ടി ഉണർന്നു. മാന്ത്രികൻ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴി എന്ത് വന്നാലും വിട്ട് കളയരുത്, അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കമിഴ്ന്ന് കിടന്നുകൊള്ളണം എന്ന് മന്ത്രവാദി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കോഴിയെ തൻ്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ച് അവൻ മുഖം മണ്ണിലേക്ക് അമഴ്ത്തി അവിടെ കിടന്നു. അവൻ്റെ പുറത്ത് തുരുതുര ആലിപ്പഴങ്ങൾ വീണു. തണുപ്പുകൊണ്ട് അവൻ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാറ്റത്ത് താൻ പറന്നു പോകും എന്നവന് തോന്നി. മഴവെള്ളം ഒലിച്ചു വന്ന് അവന് ഒലിച്ചു പോകും എന്ന് പേടി വന്നു. പക്ഷേ എന്തൊക്കെ അസൗകര്യങ്ങളും എന്തൊക്കെ പ്രയാസങ്ങളും എന്തൊക്കെ വേദനകളും ഉണ്ടായാലും അതെല്ലാം സഹിച്ച് അവിടെ തന്നെ തങ്ങണം എന്ന് മന്ത്രവാദി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോർത്തുകൊണ്ട് അവൻ അവിടെ തന്നെ കിടന്നു. അങ്ങനെ നേരം വെളുക്കാറായി. അവൻ്റെ കയ്യിലിരുന്ന കോഴി ഒന്നുകൂടെ കൂവി. അതോടെ പെട്ടെന്ന് കൊടുങ്കാറ്റും പേമാരിയും നിലച്ചു. ആകാശം തെളിഞ്ഞു. മണ്ണിൽ നിന്ന് അവൻ പതുക്കെ മുഖമുയർത്തി ചുറ്റും നോക്കി. നേരത്തെ കണ്ടിരുന്ന കുറ്റിക്കാടും തരിച്ചു പ്രദേശങ്ങളും ഒക്കെ മാറിയിരിക്കുന്നു. അവിടെ ഒരു സുവർണ നഗരം ഉണ്ടായി വന്നിരിക്കുന്നു. കൊട്ടാരങ്ങളും മണിമന്ദിരങ്ങളും കണ്ടു. അവിടെ അണിഞ്ഞൊരുങ്ങിയ ജനങ്ങളുണ്ടായിരുന്നു. അവരവിടെ നിന്ന് ഇറങ്ങി വന്ന് ഈ കർഷകനായ ചെറുപ്പക്കാരനെ എതിരേറ്റു. അവനെ അവരവരുടെ രാജാവാക്കി മാറ്റി. അവൻ്റെ തലയിൽ ഒരു കിരീടം വെച്ച് അവരെല്ലാവരും കൂടി ചേർന്ന് ആഘോഷമായിട്ട് അവനെ അവരുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പുതുതായി സൃഷ്ടിക്കപ്പെട്ട ആ രാജ്യത്തെ രാജാവായിട്ട് ആ കർഷക ബാലൻ മാറി. കുറേ കാലം അവൻ അവിടെ സന്തോഷമായിട്ട് ജീവിച്ചെങ്കിലും തൻ്റെ ജ്യേഷ്ഠന്മാരെ പറ്റി അവനെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. അവരെ കണ്ടുപിടിക്കാനാണല്ലോ ഇറങ്ങിയത്. അവരെ കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷേ ഇപ്പോൾ തനിക്ക് പണമുണ്ട്, ഒരുപാട് ജോലിക്കാരുണ്ട്, എന്ത് പറഞ്ഞാലും കേൾക്കാൻ ആളുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ഭടന്മാരോട് ചുറ്റുപാടുമുള്ള ആൾക്കാരോട് അന്വേഷിച്ച് തെരുവിൽ പാട്ട് പാടിയും നൃത്തം ചെയ്തും ചെണ്ട കൊട്ടിയും ജീവിക്കുന്ന 3 സഹോദരന്മാരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ്റെ ദൂതന്മാർ 4 ദിക്കിലേക്കും യാത്ര ചെയ്തു. അങ്ങനെ അവൻ്റെ സഹോദരന്മാരെ കണ്ടുപിടിച്ച് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും അവരെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന കലാകാരന്മാരായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ കലാകാരന്മാരായ സഹോദരന്മാർ രാജകൊട്ടാരത്തിലേക്ക് എത്തി. 4 പേർക്കും പരസ്പരം കണ്ടപ്പോൾ വലിയ സന്തോഷമായി. സന്തോഷവും സംതൃപ്തിയും എല്ലാവരിലും കളിയാടി. അവർ കുറേ ദിവസം ആ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. അപ്പോൾ ജ്യേഷ്ഠന്മാർക്ക് ഈ അനുജന് എങ്ങനെയാണ് ഇത്രയധികം ധനമുണ്ടായതെന്ന് അറിയണം, അവൻ എങ്ങനെയാണ് രാജാവായതെന്നും അറിയണം. അങ്ങനെ അവർ അനുജനോട് ചോദിച്ചു, ഞങ്ങളോടും കൂടെ പറഞ്ഞതാ, നിനക്ക് പെട്ടെന്ന് എങ്ങനെ രാജാവാകാൻ പറ്റി? എന്തായാലും കൃഷി ചെയ്ത് നിനക്ക് ഇത്രയധികം നേട്ടം ഉണ്ടാകാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അനുജൻ ജ്യേഷ്ഠന്മാരോട് തനിക്ക് മന്ത്രവാദം തന്ന കോഴിയുടെ കാര്യം പറഞ്ഞു. അവൻ ആ കോഴിയെ കൊട്ടാരത്തിൽ തന്നെ സ്വർണം കൊണ്ട് വലിയൊരു കൂടുണ്ടാക്കി അതിനുള്ളിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. കഥയൊക്കെ കേട്ടതോടെ ജ്യേഷ്ഠന്മാർക്കും രാജാവായാൽ കൊള്ളാമെന്ന് തോന്നി. അവരനുജനോട് പറഞ്ഞു, എന്തായാലും നീ രാജാവായല്ലോ, ഇനിയിപ്പോൾ നിനക്ക് കോഴിയെ ആവശ്യമില്ല. നീ ആ കോഴി ഞങ്ങൾക്ക് തരാമോ? ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയി ഇതുപോലെ ഒരു രാജകൊട്ടാരവും ഒരു രാജ്യവും ഒക്കെ സൃഷ്ടിച്ചിട്ട് അവിടെ ജീവിക്കട്ടെ. തൻ്റെ ജ്യേഷ്ഠന്മാരോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്ന അനുജൻ ഇത് സമ്മതിച്ചു. അങ്ങനെ 3 സഹോദരന്മാർക്കുമായിട്ട് അവൻ തൻ്റെ കോഴിയെ സന്തോഷത്തോടെ ദാനം ചെയ്തു. അനുജനോട് യാത്ര പറഞ്ഞിട്ട് ജ്യേഷ്ഠന്മാർ 3 പേരും കൂടി ആ കോഴിയെ കൊണ്ട് യാത്ര തിരിച്ചു. അവർ ജനവാസമൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാക്കാൻ പറ്റിയ ഒരു സ്ഥലം തേടി നടന്ന് കണ്ടുപിടിച്ചു. അവിടെ ഈ കോഴിയെ കൊണ്ട് രാത്രി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ തങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ സൗഭാഗ്യം ഓർത്തിട്ട് അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി കോഴിയെ നടുക്ക് വെച്ച് അത് ഓടിപ്പോകാതെ പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. രാത്രിയായി. രാത്രി പതുക്കെ വളർന്ന് അർദ്ധരാത്രിയായി. കോഴി എഴുന്നേറ്റ് കൂവി. ഭയങ്കരമായ കൊടുങ്കാറ്റും പേമഴയും ആരംഭിച്ചു.
ഇടതടവില്ലാതെ ആലിപ്പഴം പൊഴിഞ്ഞു. പക്ഷേ മണ്ണിനോട് മല്ലിട്ട് ജീവിതം കരിപ്പിടിപ്പിച്ച തങ്ങളുടെ അനുജനെ പോലെ ഇത് സഹിക്കാൻ ജ്യേഷ്ഠന്മാർക്ക് കഴിഞ്ഞില്ല. മഴയത്ത് ഒലിച്ചു പോകും എന്നവർക്ക് പേടി വന്നു. കാറ്റത്ത് പറന്നു പോകും എന്ന് അവർ വല്ലാതെ പേടിച്ചു. അവർ കോഴിയും കൊണ്ട് അവിടുന്ന് ഓടിപ്പോയി ഒരു ഗുഹയിൽ അഭയം തേടി. അതിനിടയ്ക്ക് ഓടുന്ന അവരുടെ കയ്യിൽ നിന്ന് കോഴി വെള്ളത്തിലേക്ക് വീണു പോയിരുന്നു. മേലെ ആലിപ്പഴം വീണ് ആ കോഴി അവിടെ കിടന്ന് ചത്തുപോയി. സഹോദരന്മാരാണെങ്കിൽ ആ ഗുഹയിൽ നേരം വെളുക്കും വരെ കഴിച്ചുകൂട്ടി. നേരം വെളുത്തപ്പോഴേക്കും മഴയും കൊടുങ്കാറ്റും ഒരുവിധം ശമിച്ചു. അവർ പുറത്തിറങ്ങി വന്നു. കോഴിക്ക് ഇനി ഒരിക്കൽ കൂടി കൂവാൻ പറ്റില്ലല്ലോ, അത് ചത്തുപോയി. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ഒരു അത്ഭുത നഗരം പ്രത്യക്ഷപ്പെട്ടില്ല. അവർക്ക് വല്ലാത്ത നിരാശ തോന്നി. അവർ അനുജൻ വാഴുന്ന സുവർണ നഗരത്തിലേക്ക് പിന്നീട് തിരിച്ചു പോയില്ല. നേരത്തെ കലാപ്രകടനം നടത്തി ജീവിച്ചതുപോലെ ഇനിയും അങ്ങ് ജീവിച്ചാൽ മതി എന്ന് ഉറച്ചുകൊണ്ട് ആ സഹോദരന്മാർ ഒരുമിച്ച് വീണ്ടും യാത്രയായി. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.